സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നല്ല ലൈറ്റ് ഒരു ഗ്രീൻ ടോണിലാണ് വരുന്നത്. നല്ല ഡിഫറെൻ്റ് ഒരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു സെറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇതാണ് നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത്. നല്ല രസമാണ്. ഈ ഒരു ലൈറ്റ് ഒരു ഗ്രീൻ ടോണ്, അതിൽ ഗ്രേയും ലൈറ്റ് ബ്ലൂവും പിങ്കിൻ്റെ തന്നെ 2 ടോണും കൂടിയാണ് കളർ കോമ്പിനേഷൻ വരുന്നത്. പിന്നെ നമുക്ക് യോക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു സെയിം കളർ കോമ്പിനേഷൻ തന്നെ വന്നിട്ട് അതിന് മുകളിലൂടെ നമ്മൾ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. സൈഡിൽ നല്ല തിന്നായിട്ട് ചെറിയൊരു ക്രോഷ്യയുടെ ലേസ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് ഈ ഒരു വർക്ക് കാണാൻ വേണ്ടി. ബാക്ക് സൈഡ് നമുക്ക് സെയിം ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ് വരുന്നത്. ഫുൾ കോട്ടണിലാണ് നമുക്ക് ഈ സെറ്റ് വന്നേക്കുന്നത്. ബോട്ടം വരുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ഫ്ലവേഴ്സായിട്ട് കോട്ടൺ ബോട്ടമാണ് കൊടുത്തേക്കുന്നത്. ദുപ്പട്ടയും അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ഫ്ലവേഴ്സും നമുക്ക് ടോപ്പിൻ്റെ ഒരു പ്രിൻറ്റും കൂടി മിക്സ് ചെയ്തിട്ട് കോട്ടൺ ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ കാണാൻ. നല്ലൊരു ഗ്രീനും പിങ്കും കൂടെ മിക്സ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽസും കൊടുത്തിട്ട് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ക്രോഷ്യയുടെ ലേസൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം. ഇതാണ് നമുക്ക് ടോപ്പിൻ്റെ ആ ഒരു ഫുൾ വ്യൂ വന്നേക്കുന്നത്. ഫുള്ളായിട്ട് ഒരു ഗ്രീൻ ടോണിൽ ഫ്ലോറൽസ് ആയിട്ട് വരും. 2.5 മീറ്ററാണ് നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്. അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു ടോപ്പാണ്. ഇതാണ് ടോപ്പിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത്. വർക്ക് ഞാനിപ്പോൾ കാണിച്ചോടെ തന്നെ ഇങ്ങനെയാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. അതുപോലെ തന്നെ ബോട്ടം വരുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് കോട്ടൺ ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ദുപ്പട്ട നമുക്ക് ഇങ്ങനെയാണ് ദുപ്പട്ട പാറ്റേൺ വരുന്നത്. നല്ല രസമാണ്. ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് കോട്ടൺ ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് ദുപ്പട്ട പാറ്റേൺ വന്നേക്കുന്നത്. ഓവറോൾ ഇങ്ങനെയാണ് ഈ ഒരു സൽവാർ സെറ്റ് വരുന്നത്.